ഹലോ, നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടത് എന്താ വെച്ചാൽ ഗോവിന്ദൻ ഇങ്ങനെ നെഞ്ചും പൊത്തി ഇങ്ങനെ വീഴുന്നതാണ്. അപ്പോൾ അത് നമ്മളുടെ നയന സ്വപ്നം കണ്ടത്. നയന ഇങ്ങനെ തലയും കുമ്പിട്ട് ഇരുന്നിട്ട് അവൾ സങ്കല്പിക്കുന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെ പെട്ടെന്ന് വീട്ടിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ അത് അച്ഛനെ ബാധിക്കും. അച്ഛന് അല്ലെങ്കിൽ 2-3 അറ്റാക്കായ ആളാണ്. ഇനി ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ അതോടുകൂടി അച്ഛൻ മരിക്കും. അങ്ങനെയുള്ളൊരു ഭയം അവളെ വേട്ടയാടും. അവളോട് ഇരുന്ന് ഇങ്ങനെ കരയുമ്പോഴേക്കും ദേവയാനി അങ്ങോട്ട് വരികയാണ്. അപ്പോൾ അവളിങ്ങനെ അവളുടെ തോളത്ത് ഇങ്ങനെ കൈവയ്ക്കുക. അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ദേവയാനി പറയും, അമ്മേ ഞാൻ എന്താ ചെയ്യുക അമ്മേ, ആദർശമായിട്ട് അങ്ങനെ പോവുകയാണെങ്കിൽ എനിക്കാണെങ്കിൽ ഒരു കടുത്ത തീരുമാനം എടുക്കാനും പറ്റുന്നില്ല. ഞാൻ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണെങ്കിൽ അത് ഒരു പക്ഷേ എൻ്റെ അച്ഛനെ അത് ബാധിക്കും. കാരണം പണ്ട് ഞാനും ആ കല്യാണത്തിൻ്റെ സമയത്താണ് അച്ഛന് അറ്റാക്ക് ഉണ്ടായത്. അപ്പോൾ അത് ഇനി ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ അത് പ്രശ്നമാവും എന്ന് പറയും. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ മോളെ, എനിക്കാണെങ്കിൽ അവനോടൊന്നും തുറന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയായി പോയല്ലോ. ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ എനിക്ക് പറ്റുന്നില്ല. ഇവിടെ ഇപ്പോൾ അവർ ആദർശമായിട്ടും പണങ്ങി തന്നെ എനിക്ക് ഒരു സങ്കടമില്ല അമ്മേ. അത് ഞങ്ങളുടെ ഇടയിൽ കുറേ നാൾ ഉണ്ടായിരുന്നതല്ലേ, അതുകൊണ്ട് എനിക്ക് അതല്ല പ്രശ്നം. ഞാൻ എൻ്റെ ഇത് സങ്കടങ്ങൾ പോയി മുത്തശ്ശനോടും മുത്തശ്ശിയോടും അച്ഛനോടും ഇളയച്ചനോടൊക്കെ പറഞ്ഞപ്പോൾ ആരും എന്നെ സപ്പോർട്ട് ചെയ്ത് പറയുന്നില്ല. എനിക്ക് അതാണ് ഏറ്റവും വലിയ വിഷമമായത്. അല്ലെങ്കിൽ അവരൊക്കെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാനും ആദർശമായിട്ടും വഴക്കാണെങ്കിൽ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ അവരെല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആരും എനിക്ക് എൻ്റെ സൈഡ് പറയാൻ, എൻ്റെ ഭാഗം പറയാൻ എനിക്ക് ആരുമില്ല അമ്മേ. അതാണ് എനിക്ക് സങ്കടം. ഇതിന് മാത്രം എന്ത് തെറ്റമ്മേ ഞാൻ ചെയ്തത്, അത് ആദർശേട്ടൻ പറയുന്നില്ല എന്നൊക്കെ പറയും. അപ്പോൾ പറയുക, എനിക്ക് വയ്യ മോളെ, ഞാൻ എന്താ ചെയ്യുക, എനിക്ക് എൻ്റെ മോനെയാണ് എനിക്ക് പ്രിയപ്പെട്ടത്. അതുപോലെ അതിനേക്കാളും ഇഷ്ടം നിന്നെയാണ്, എൻ്റെ മരുമകളെ എനിക്ക് വേണം. എന്തായാലും ഞാൻ ആദർശനോട് നിന്നെ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും വിടില്ല, നിന്നെ എനിക്ക് വേണം മോളെ എന്നൊക്കെ പറഞ്ഞ് ദേവേനി ഭയങ്കര കരച്ചിൽ സങ്കടം വരിക. അങ്ങനെ പറയും, ഞാൻ എന്തായാലും ആദർശനോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ എന്നറിയും. ശരി അമ്മയെന്ന് പറയും. അങ്ങനെ ചെല്ലുമ്പോൾ ആദർശ് ലാപ്ടോപ്പിൽ എന്തോ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ആദർശിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ദേവയാനി. അപ്പോൾ പറയും, അല്ല നീ എന്താ കണ്ടിരിക്കുന്നത് ചോദിക്കും. അപ്പോൾ പറയും, എന്ത് ചോദിക്കും. അല്ല നീ എന്താ നയനയോട് സംസാരിക്കുന്നില്ലേ, പിന്നെ നിങ്ങൾ തമ്മിൽ എന്താ ഇങ്ങനെ പൊരുത്തക്കേടുകളായി കഴിയുന്നത്, നീ എന്താ അവളെ ഓഫീസിൽ കൊണ്ടുപോകാത്ത അറിയുമ്പോൾ. അപ്പോൾ അവൾ ഇനി ഓഫീസിൽ വരണമെന്നൊന്നുമില്ല എന്ന് പറയാം. അതെന്താ ഓഫീസിൽ വരുന്നത്, നയന കളക്ഷൻസ് എന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പോഴും അവിടെ വരുന്നുണ്ടല്ലോ. പറയും, ഇനി അവളുടെ ആവശ്യം അവിടെ എല്ലാം അറിയും. ഓണത്തിനും പിന്നെ വിഷുവിനും ഒക്കെ ധാരാളമായിട്ട് സെയിൽ നടന്നതല്ലേ നമ്മളുടെ ഷോറൂമുകളിൽ. ഇപ്പോൾ എന്താ നീ വേണ്ടാന്ന് പറയുന്നത് അറിയും. അവൾ വേണ്ട അത്ര തന്നെ, ഇനി എനിക്ക് പഴയ മാതിരി അവളെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അറിയും. അവളുടെ പാട്ടിന് പോകണമെങ്കിൽ പോയിക്കോട്ടെ അറിയും. നിനക്ക് അങ്ങനെ അവളെ പറഞ്ഞയക്കാൻ പറ്റുമോ അറിയും. എനിക്ക് കുഴപ്പമൊന്നുമില്ല, അവൾ പോവുകയാണെങ്കിൽ അറിയും. എന്നിട്ട് വേണം നീ ഇവിടെ ഉറക്കല്ലാണ്ട് നീ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനെന്ന് അറിയും. എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, എനിക്ക് ഉറക്കലാഴുകയില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ പറയും, പിന്നെ നീ ഇപ്പോൾ അതൊക്കെ പറയുന്നറിയാം. അല്ല അമ്മയ്ക്ക് എന്താ അത്ര വലിയ ബുദ്ധിമുട്ട്, പിന്നെ അവളെ ഞാൻ ഓഫീസിൽ കൊണ്ടുപോകത്തിന് അത്ര വലിയ ബുദ്ധിമുട്ടറിയാം. എനിക്കെന്താ ബുദ്ധിമുട്ട് അറിയാം. അമ്മയ്ക്കല്ലേ അവളെ കണ്ടുകൂടാത്തറിയാം. എനിക്കിപ്പോഴും അങ്ങനെ തന്നെ, എനിക്കിപ്പോഴും അവളെ കണ്ടുകൂടാ. പിന്നെ എന്തിനാ അമ്മ ആ കാര്യങ്ങൾ സംസാരിക്കുന്നത്, എനിക്ക് അതിനോട് താല്പര്യമില്ല. എനിക്ക് അവളോട് സംസാരിക്കാനും താല്പര്യമില്ല, എൻ്റെ കൂടെ വേണമെന്നില്ല. അവളെ ഒഴിവാക്കാൻ പറ്റിയ അത്രയും നല്ലത് അറിയുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ദേവയാനി ഇങ്ങനെ ആകെ ഞെട്ടുകയാണ്. അപ്പോഴേക്കും ജയനും കൂടെ അങ്ങോട്ട് വരും. അപ്പോൾ പറയും, പിന്നെ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ പറയും, അല്ല ഇവനും നയനയും കൂടെ ഏത് നേരം ഇപ്പോൾ വഴക്കാണല്ലോ. അപ്പോൾ അവളെ ഇപ്പോൾ ഓഫീസിലും കൊണ്ടുപോകുന്നില്ല. അപ്പോൾ ധാരാളം നയന കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഇതുള്ളത് കൊണ്ടല്ലേ, അവളുടെ ഡിസൈനും കൊണ്ടല്ലേ ഒരുപാട് പണം നമുക്ക് ഇപ്രാവശ്യം ധാരാളം സെയിലുണ്ടായത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയും, അതൊക്കെ ശരി തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിച്ച് കൊണ്ട് വന്നിട്ട് നമ്മൾ ആ കുട്ടിയുടെ ഭാഗം നിന്നിരുന്നു. ഇപ്പോൾ ഇവരെന്ന് പറഞ്ഞാൽ അവർ പ്രായപൂർത്തിയായ ആൾക്കാരാണ്. അവരുടെ കാര്യം തീരുമാനിക്കട്ടെ, നമ്മളെന്തിനാണ് അവരുടെ കാര്യത്തിൽ ഇടപെടാൻ പോകണത് എന്നിങ്ങനെ ജയം പറയാൻ കേട്ടോ. തനിക്കെന്താ അതിൽ ഇത്ര വലിയ ഇത് വയ്ക്കുമ്പോൾ എനിക്കൊന്നുമില്ല, ഇവരിപ്പോൾ മിണ്ടിയാലും മിണ്ടിയിട്ടില്ലെങ്കിലും ഒന്നും എനിക്കൊരു പ്രശ്നവുമില്ല എന്നൊക്കെ അങ്ങനെ പറയും. അപ്പോൾ പറയും, പിന്നെ എന്തിനാ അവനെ നിർബന്ധിക്കാൻ പോകണം, അവനവൻ്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. ഒരു ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ, നമുക്കിപ്പോൾ നിർബന്ധിക്കാനും പറ്റില്ല. കാരണം നിർബന്ധിക്കേണ്ട പ്രായമല്ല അവർക്ക് എന്നൊക്കെ അങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ പറയും, ഇനിയിപ്പോൾ അവളുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ തന്നെ അവളെ വേറെ വല്ല ജ്വല്ലറിക്കാരും അവളെ നല്ല സാലറിയിൽ വിളിച്ചും കൊണ്ട് പോകണമെങ്കിൽ പറയും, കൊണ്ടുപോയിക്കോട്ടെ അറിയാം ആദർശം, അതിനെന്താ അവൾ പോവാച്ചാൽ പോയിക്കോട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ വേറെ ആളെ വെക്കും. എന്നാലും അവളെപ്പോലെ ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരെ കിട്ടില്ലല്ലോ നമുക്കറിയാം. അത് സാരമില്ല, ഉള്ളത് വെച്ചിപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മളെ കമ്പനിക്ക് വരുമ്പോഴും നമ്മളിത് സെയിലുണ്ടായിരുന്നില്ല നമ്മുടെ കമ്പനിക്ക് എന്താ പറയും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരും കൂടെ നിന്ന് ചർച്ചയാണ്.
അതിൽ പറയും പിന്നെ അല്ല എനിക്കൊന്നുമില്ല, നിങ്ങളെന്താ വെച്ചാൽ തീരുമാനിച്ചോ, ഞാനെന്ത് പറയാനാ എന്നും പറഞ്ഞിട്ട് ദേവയാനി അങ്ങോട്ട് പോകും. അപ്പോൾ അത് കാണുമ്പോൾ അജയനും ജയനും കൂടെ ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിരിക്കുന്ന സമയത്ത് പിന്നെ ചോദിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പറയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പറയും, മോനെ ഇതിപ്പോൾ കളി കാര്യമാവുന്ന ലക്ഷണമാണ്, നിങ്ങൾ തമ്മിൽ പിന്നെ എന്താണെങ്കിലും അത് മാറ്റണം എന്ന് പറയും. അല്ല അച്ഛാ, ഞാൻ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് പറയുന്നത്, അവൾ ഇനി അവളുടെ കാര്യം നോക്കട്ടെ, എനിക്കിനിയും അതിനോട് താല്പര്യമൊന്നുമില്ല, കാരണം അവൾ എന്നെ ചീറ്റ് ചെയ്തതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ് ആദർശ്. അപ്പോൾ ഈ കാര്യത്തിൽ ഞാൻ എന്താ നിങ്ങളോട് സംസാരിക്കുക, പക്ഷെ ഒന്നുണ്ട്, നയനമോൾ ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ, അവൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പ്രശ്നമാവും മോനെ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ പറയാം, എന്താ വെച്ചാൽ ചെയ്യട്ടെ, എനിക്ക് അതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആദർശ്. അപ്പോൾ പിന്നെ ഇവർക്ക് മനസ്സിലായി ഇതിപ്പോൾ തമാശ പോയിട്ട് സീരിയസ് ആവണ ലക്ഷണമാണ് കാണുന്നത് കേട്ടോ. അവിടുന്ന് അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ദേവയാനി നേരെ പോയത് അച്ഛൻ്റെ അടുത്തേക്കോ അമ്മയുടെ അടുത്തേക്കോ. അവിടെ പോയിട്ട് അവരോടും തന്നെ പറയുക. അപ്പോൾ പറയും, അപ്പോൾ അച്ഛനിങ്ങനെ കഷായം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശി. അപ്പോൾ പറയും ഇങ്ങനെ പറയും, പിന്നെ ഇതിപ്പോൾ ഈ കഷായം കുടിക്കുന്നതിനെ പറ്റിയാണ് സംസാരിക്കുക. അപ്പോൾ ഞാൻ ദേവയാനി ചെന്ന് വിവരങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പറയും, ഞങ്ങളെന്ത് പറയാനാണ്, ഇതിലിപ്പോൾ എനിക്കൊന്നും പറയാനില്ല, അവരും തന്നെ സെയിം തന്നെ പറയുന്നത്, പ്രായപൂർത്തിയായ ആൾക്കാരനല്ലേ. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിവിടെ വന്ന സമയമായിരുന്നു, അപ്പോൾ നീയും ആദർശം കൂടെ ആയിരുന്നില്ലേ അന്ന് അവളെ വഴക്ക് പറഞ്ഞത് അന്ന്, അതുകൊണ്ട് ഞങ്ങളൊക്കെ അന്ന് മോളെ സപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ നമ്മുടെ ആവശ്യം അവർക്കില്ല, അവർ പ്രായപൂർത്തിയായ ആൾക്കാർ, അവർ തീരുമാനിക്കട്ടെ അവരുടെ കാര്യങ്ങൾ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് മുത്തശ്ശിയും കൂടെ. അപ്പോൾ പറയും, അച്ഛാ ഇങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഡൈവേഴ്സ് ചെയ്യേണ്ടി വരികയാണെങ്കിലോ, അപ്പോൾ അവളുടെ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ നിവർത്തിയൊന്നുമില്ല അറിയും. അപ്പോൾ നമുക്ക് ഒരു നല്ലൊരു ഡിസൈനറല്ലേ അച്ഛാ അവളെന്ന് അറിയാം. അപ്പോൾ ഡിസൈനറാണ്, അപ്പോൾ വേറെ ആരെങ്കിലും നോക്കണം, അവനല്ലേ MD അല്ലേ, ഞാനെന്ത് തീരുമാനിക്കാൻ, ഇതിന് എനിക്കൊന്നും പറയാനില്ല, അവനല്ലേ MD, അവൻ തീരുമാനിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ പറയാമല്ല, നീ എന്തിനാ മോളെ ഇത്ര വിഷമിക്കുന്നത്, എന്നാൽ നിനക്ക് പറഞ്ഞൂടെ അവനോട് അറിയാം, എനിക്കൊന്നും അവൾക്ക് വേണ്ടി സംസാരിക്കാൻ വയ്യ, ആദർശിനോട് സംസാരിക്കാൻ വയ്യ അറിയാം, നീ നിൻ്റെ മകനെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക എന്നറിയുന്നുണ്ട്. മുത്തശ്ശൻ പറയും, ഞാനെന്ത് പറയാനാണ് എന്നൊക്കെ പറയാം. അപ്പോൾ പറയാം, പിന്നെന്താ നീ അവൾക്ക് വേണ്ടിയിട്ടാണോ സംസാരിക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ ഇങ്ങനെ അല്ല മുത്തശ്ശിയും കഴിയും. അപ്പോൾ ഇതൊക്കെ കേട്ട് പുറത്ത് ജലജ നിൽക്കുന്നുണ്ട്. ജലജ ഇതെല്ലാം കേൾക്കാം. അപ്പോൾ നീ നിൻ്റെ മരുമകൾക്ക് വേണ്ടി ആദർശിനോട് സംസാരിക്കുമ്പോൾ പറയുമ്പോൾ അതിനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല, ഞാൻ സംസാരിക്കൂല, എനിക്ക് എന്ത് കാര്യമുണ്ട്, അവൾ പോവാതിരിക്കുക എന്തോ ചെയ്യട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർക്കറിയാം ഇതൊക്കെ നാടകമാണെന്നുള്ളത്, ഇവർക്കും അറിയുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ പറയും, ഇനി ആദർശിനോട് ഇനി ഒന്നും പറയാൻ നിവർത്തിയില്ല, അവനെന്താ തീരുമാനിക്കുന്നത് വെച്ചാൽ അതുപോലെ ചെയ്യാം, അവൻ ഈ മറ്റേ മൂർത്തിസ് ഗ്രൂപ്പിൻ്റെ MD ആണ് അവനാണ് അവൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ, അവനിപ്പോൾ നയനെ ഉൾക്കൊള്ളാൻ പറ്റില്ലെങ്കിൽ വേണ്ട, അല്ലാണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുക കേട്ടോ. അപ്പോൾ പിന്നെ എന്നിട്ട് അങ്ങനെ പോയിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുമ്പോൾ എന്താ ചോദിക്കുന്നത് അതിനോട്, ഒന്നുമില്ല അച്ഛാന്നറിയും. അങ്ങനെ പോവുകയാണ്. പോയി കഴിഞ്ഞാൽ പിന്നാലെ ജലജ വരും. അപ്പോൾ അറിയാം, എന്താ അച്ഛാ ആദർശും നയനയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയാം. അറിയില്ല എന്നറിയും മുത്തശ്ശി. അല്ല ആകെപ്പാടെ എന്തൊക്കെയോ ഒരു പ്രശ്നമുള്ളതുപോലെ തോന്നുന്നുണ്ട്. ആദർശം അവളെ ഡൈവോഴ്സ് ചെയ്യാൻ പോവാണ് തോന്നുന്നു എന്നറിയാം മുത്തശ്ശി. ആണോ, അയ്യോ എന്നൊക്കെ തന്നെ പറയും, കാരണം ഉള്ളിൽ ചിരിക്കുകയാണേ. അല്ല അത് ശരി, അതെന്താ അത്ര വലിയ പ്രശ്നം, ആരെന്താ ഇതിൽ ഇടപെടാത്തത് എന്നൊക്കെ ചോദിക്കട്ടോ. അപ്പോൾ പറയാം, ആരെന്താ ഇടപെടാനാണ്, അപ്പോൾ അനിയുടെയും അനാമികയുടെയും അനാമികയുടെയും കാര്യത്തിലാണല്ലോ ഇപ്പോൾ എല്ലാവരും ഇടപെടുന്നത്, ഇവരുടെ കാര്യത്തിൽ ആരും എന്താ ഇടപെടാത്തറിയും. അവരുടെ കാര്യത്തിൽ ഇടപെടുന്ന പോലെ ഇപ്പോൾ ഇവരുടെ കാര്യം, ഇവർ പക്വത വന്ന ആൾക്കാരാണ്, അവർ പക്വതല്ലാത്ത ആൾക്കാരാണ്, അതുകൊണ്ട് ആ കാര്യത്തിൽ ഇടപെടുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ അത് കേട്ടപ്പോൾ സന്തോഷമായി. ഇനിയിപ്പോൾ എന്തായാലും നയന അവിടുന്ന് പുറത്തല്ലേ. അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷത്തിൽ ഓടുകയാണ് ഇവള്. ജലജ നേരെ പോയി ജാനകിനോട് പറയുന്നുണ്ട്, ജാനകി നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ കാര്യങ്ങൾ. അപ്പോൾ അനാമികയുണ്ട്. അപ്പോൾ എന്താ ചോദിക്കാൻ, അല്ല എന്താണ് ഒരു ഡൈവേഴ്സ് ആവാൻ പോകുന്നത് എത്ര, അവളുടെ അഹങ്കാരം അങ്ങനെ തന്നെ വരണം, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ വെച്ചടിച്ച് വിടുകയാണ് കേട്ടോ. അതിൽ പറയും ജാനകി അപ്പോൾ ജാനകി പറയും, ജലജ നീ ഒരു കാര്യം ചെയ്യുന്നു, ഇപ്പോൾ നിൻ്റെ മരുമകളും അവിടെ നിൽക്കല്ലേ, അവളും ഇങ്ങോട്ട് കൊണ്ടുവരണം, എല്ലാം കൂടെ അവിടെ നിൽക്കട്ടെ അറിയും. അപ്പോൾ അനാമിക അറിയാം, അവളുടെ അനിയത്തിനെ എന്നെ ഒഴിവാക്കിയിട്ട് അനിയത്തിനെ അവിടെ കയറ്റാൻ നോക്കിയത്, ഇപ്പോൾ എന്താ ഇപ്പോൾ എല്ലാവരും പുറത്തായില്ലേ, അങ്ങനെ വേണമെന്നറിയും. അതല്ലേ ആദർശന് ഇപ്പോൾ ഇത്രയ്ക്ക് ദേഷ്യം വരാൻ കാരണം എന്താവും, ഒന്നും ഇല്ലാത്തപ്പോൾ അങ്ങനെ വരില്ലല്ലോ എന്നൊക്കെ പറയുക. അപ്പോൾ അടുത്ത വഴിക്ക് അറിയാം, അവളെ വിഷുവിനും അതിനെതിരൊക്കെ അവളുടെ വീട്ടിൽ പോയിരുന്നപ്പോഴേ വല്ല കാമുകന്മാരെ അവിടെ വന്നിട്ടുണ്ടാവും, അതാവും. അപ്പോൾ അവരുടെ കൂടെ എങ്ങാനും പോണത് കണ്ടിട്ടുണ്ടാവും, അതാവും ചിലപ്പോൾ പിന്നെ ആദർശന് ദേഷ്യം വന്നിട്ടുണ്ടാവും. അപ്പോൾ അബിയും നവ്യായിട്ട് നല്ല സ്നേഹത്തിലാവില്ലേ, അപ്പോൾ അബി വല്ലതും കണ്ടിട്ട് ഇനി അബി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ആദർശിനോട് എന്നിങ്ങനെ പറയണം. ഇങ്ങനെ ഓരോരോ ഊഹാപോഹങ്ങൾ ഇങ്ങനെ വെച്ച് കാച്ചുകയാണ് കേട്ടോ അവർ. അപ്പോൾ പറയും, എന്തായാലും നന്നായി, പിന്നെ പോട്ടെ, അവൾ അഹങ്കാരമാണ് അവൾക്ക്, അങ്ങനെ ഇങ്ങനെ അറിയും. അപ്പോൾ ജാനകി അറിയാം അവൾ പെട്ടെന്നൊന്നും പോയില്ല, കാരണം ഇതിലും വലിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ടൊന്നും അവൾ ഇവിടുന്ന് പോയിട്ടില്ലല്ലോ
അപ്പോൾ പക്ഷെ അന്ന് അവളെ സപ്പോർട്ട് ചെയ്യാൻ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആരും സപ്പോർട്ട് ചെയ്യണില്ലല്ലോ. കാരണം അവളിപ്പോൾ തനിച്ചാണ്. അപ്പോൾ ആരും മിണ്ടാൻ പോണ്ട. അപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവൾക്ക് മതിയാവും, ആരും സംസാരിക്കാനാണ്ടാകുമ്പോൾ അവളാണ്ട് പോവും. അപ്പോൾ ഏടത്തിക്കുമ്പോൾ വലിയ താല്പര്യമൊന്നുമില്ല എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാനിപ്പോൾ വലിയമ്മോട് ഞാൻ പറയാൻ പോവുകയാണ്, അവളായിട്ട് നീ അധികം വലിയ കൂട്ടിനൊന്നും പോണ്ടെന്ന് ഞാൻ പറയാൻ പോവുകയാണ്, എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വെച്ചാൽ ഒഴിവാക്കട്ടെ അപ്പോൾ എന്ന് അറിയാം. അപ്പോൾ ജലജ അത് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ജാനകി അനാമികയോട് പറയും, ഇപ്പോൾ മോൾക്ക് സന്തോഷമായില്ലേ, മോളുടെ ശത്രുക്കൾ മുഴുവൻ പോയി, ഇനി മോൾക്ക് ഇവിടെ സന്തോഷമായിട്ട് കഴിയാം, ആരുമില്ല മോളെ ശല്യപ്പെടുത്താൻ നയന, അപ്പോൾ വേറെ ആരും വേണ്ട, നയന ഇവിടുന്ന് പോയി കിട്ടിയാൽ മതി എന്നിങ്ങനെ പറയാണ്. അപ്പോൾ പറയാം എല്ലാവരും പോവുമല്ലേ, പിന്നെ എന്താ മോൾക്ക് സന്തോഷമായിട്ടിരിക്കുക എന്നൊക്കെ ഇങ്ങനെ ജാനകി അനാമികയോട് പറയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നയന അങ്ങനെ ദുഃഖപുത്രിയെ പോലെ ഇരിക്കുകയാണ് ബെഡ്റൂമിൽ. അപ്പോഴേക്ക് ആദർശം അങ്ങോട്ട് ചെല്ലുക. ആദർശം ചെല്ലുന്ന സമയത്ത് ഇവൾ കരയാണ് ഇരുന്നത്. അപ്പോൾ നീ എന്തിനാ കരയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കരഞ്ഞില്ലല്ലോ, പിന്നെ ഞാൻ കണ്ടത് എന്താണെന്ന് നോക്കിയപ്പോൾ അപ്പോൾ അറിയാം ആദർശേട്ടൻ എന്തിനാണ് എന്നോട് ഇങ്ങനെ ഇത് കാണിക്കുന്നത് എന്നൊക്കെ പറയുക. അത് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്തിനാണ് കാണിക്കുന്നത്, നീ എൻ്റെ മുന്നിൽ വരുന്നതിന് എനിക്കിഷ്ടമല്ല. പണ്ട് കല്യാണം കഴിഞ്ഞ സമയത്ത് നീ എൻ്റെ ബെഡ്റൂമിൽ പോലും കയറുന്നത് എനിക്കിഷ്ടമല്ലായിരുന്നു. ഇപ്പോൾ അതേ മനസ്സോടുകൂടി തന്നെയാണ് എനിക്ക് നീനെ എൻ്റെ മുന്നിൽ കാണുന്നതേ ഇഷ്ടമല്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആദർശ് അപ്പോൾ പറയും എന്താണ് കാരണം എന്ന് എന്നോട് പറഞ്ഞൂടെ, എന്നെ സംബന്ധിച്ചൊരു സത്യം ആദർശേട്ടനോട് പറയാൻ വേണ്ടി വന്നപ്പോൾ ആദർശേട്ടന് അത് കേൾക്കാൻ താല്പര്യമല്ല എന്നറിയും. എനിക്ക് നിന്റെ സത്യങ്ങളും ഇനി കാര്യങ്ങളൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല, നീ എത്രയും വലിയ തെറ്റാണ് എന്നോട് ചെയ്തത് എന്നറിയും. അറിഞ്ഞൊരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ചെയ്ത തെറ്റ് എന്താണെന്ന് ആദർശേട്ടനോട് പറയുന്നില്ല, എനിക്കിത് മനസ്സിലാവുള്ളൂ എന്നറിയും. അപ്പോൾ പറയും അത് നിനക്കറിയാം, പക്ഷെ നീ അറിയാത്ത പോലെ നടിക്കുകയാണ് എന്നൊക്കെ അങ്ങനെ ആദർശ് പറയാൻ കേട്ടോ. അപ്പോൾ പറയും ഇല്ല സത്യമായിട്ട് എനിക്കറിയില്ല, എന്താണ് ഞാൻ ചെയ്ത തെറ്റ് എന്താണെന്ന് എനിക്കറിയില്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ അങ്ങനെയാണ് പോണത്. അപ്പോൾ ആരും മിസ് ചെയ്യാതെ ഇന്നത്തെ പത്രമാറ്റ് കാണുക. അതുപോലെ എൻ്റെ ഈ രാധാസ് ഫാമിലി കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. താങ്ക് യു.